നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്നവരാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പരാതിപ്പെടുകയും ചെയ്യാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ക്രിസ്തു നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കൂടെ ആയിരിക്കുക. ക്രിസ്തുവിനോട് പരാതിപ്പെട്ട മാർത്തയോടും ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കൂടെ ആയിരിക്കുക. അതാണ് 84 സങ്കീർത്തനം 10 തിരുവചനത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: 1000 ദിവസങ്ങൾ മറ്റെവിടെയായിരിക്കുന്നതിനേക്കാൾ അഭികാമ്യം നിന്റെ ആലയത്തിലായിരിക്കുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൽ ഈശോയുണ്ട്. ആ ഈശോയുടെ കൂടെ ആയിരുന്നു കഴിയുമ്പോൾ ഈശോ നമ്മെ ശക്തിപ്പെടുത്തും. അതാണ് 86 സങ്കീർത്തനം 10 തിരുവചനത്തിലൂടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്: ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. എല്ലാ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെ നടുവിൽ ഒരു നിമിഷം ശാന്തമായിക്കൊണ്ട് ഈശോയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഈശോ നമ്മെ ശക്തിപ്പെടുത്തും, സൗഖ്യപ്പെടുത്തും, വിശുദ്ധീകരിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലനോട് ക്രിസ്തു പറഞ്ഞത്: നിനക്ക് എൻ്റെ കൃപ മതി. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ക്രിസ്തു നൽകുന്നത് തൻ്റെ കൃപയാണ്, തൻ്റെ സൗഖ്യമാണ്, തൻ്റെ ശാന്തിയാണ്. ആ ശാന്തിയും സമാധാനവും സൗഖ്യവും എന്നും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.